അതായത് ഒരു 6 അടി വീതിയുള്ളതാണ് ഈ ഒരു മാട്രസ്. പക്ഷേ സംഗതി ഇതാ ഈ ഒരു പാക്കിൽ വന്നപ്പോൾ 6 അടി വീതി ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതിൻ്റെ കുറേ പ്രത്യേകതകളുണ്ടെന്നൊക്കെയാണ് പറയണത്. ഇവിടെ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കുലുങ്ങത്തില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഇനി ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ, കുലുങ്ങില്ല എന്നൊക്കെ നോക്കട്ടെ. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. അതായത് നമ്മളത് ഈ ഒരു സൈഡ് ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിൽ വെള്ളം ഈ സൈഡിൽ വെച്ചിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ വീഴത്തില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് വെള്ളം എന്താ ഇവിടെ വയ്ക്കുകയാണ്, കിടന്ന് നോക്കാൻ പോവാണ്. ചെറിയ രീതിയിൽ അടിക്കുമ്പോഴൊക്കെ ചെറിയ കുലുക്കമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങി എമ്മ. അപ്പോൾ നിലവിലെ മാട്രസ് ഏകദേശം ഒരു 5 വർഷത്തിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ ഒരു സൈഡൊക്കെ ചെറിയ രീതിയിൽ ഒരു കുഴിവൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയത് ഇപ്പോൾ എല്ലാവരും എമ്മ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ട്രൈ ചെയ്യുമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ വാങ്ങിയ സൈസ് കിങ് സൈസാണ് കേട്ടോ. ഇത് 75x72, അതായത് ഒരു 6 അടി വീതിയുള്ളതാണ് ഈ ഒരു മാട്രസ്. പക്ഷേ സംഗതി ഇതാ ഈ ഒരു പാക്കിൽ വന്നപ്പോൾ 6 അടി വീതി ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് കൊണ്ടുവന്ന് ഇതിനെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഒരാൾക്ക് എടുക്കേണ്ട വെയിറ്റേ ഉള്ളൂ കേട്ടോ, ഇത്രയും വലിയ സൈസ് സാധനമാണെങ്കിലും. ഞാൻ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനേ ഉള്ളൂ. കുറച്ച് പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ റൂമിൻ്റെ അകത്ത് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മളെ മാട്രസ് ഇതാണ്. നമ്മൾ പഴയത് മാറ്റിയിട്ടുണ്ട്. പഴയത് ഏകദേശം 672 വരെയല്ലോ, 60 ആണ് പഴയതിൻ്റെ ഒരു വീതി. ഇത് ക്യൂൻ സൈസാണ് കേട്ടോ. അതായത് 78x60 ഇതിൻ്റെ സൈസ് പറയണത്. അപ്പോൾ ഇതിനെ നമുക്ക് പൊട്ടിക്കാം. ഇത് പൊട്ടിക്കാൻ ടൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പോൾ ഒരു കത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ല സ്ട്രോങ് ആയിട്ടൊരു കവറിലാണ് ഇത് പാക്ക് ചെയ്ത് പറഞ്ഞ കേട്ടോ. ആദ്യം ഈ ഒരു കവർ ഇതിൻ്റെ അകത്തൊരു ചെറിയൊരു നൈഫുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു കാറ്റലോഗ് പോലത്തെ ഒരു സംഗതിയാണ്. ഇതിൻ്റെ അകത്ത് വേറൊരു പാക്കറ്റാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വേറൊരു പാക്കാണ്, പുറത്തവർ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൂൾ എടുത്തിട്ട് പതുക്കെ ഇതിൻ്റെ കവറൊന്ന് റിമൂവ് ചെയ്യാണ്. ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അതായത് ഈ ഒരു ലോക്ക് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അകത്ത് കട്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഈ പുറത്തുള്ള ഇതൊന്ന് കട്ട് ചെയ്യുക. ഇപ്പോൾ 72 ഇഞ്ച് ഉണ്ടോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. ഇതിൻ്റെ കവറ് പൊട്ടിച്ചപ്പോഴേ ഇതിൻ്റെ ഭാരം കൂടിയതുപോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സൈസ് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇത് കറക്റ്റ് നമുക്ക് ആ ഒരു കിങ് സൈസ് തന്നെയാണോ വന്നതെന്ന്. ഇപ്പോൾ ടേപ്പ് എടുത്തിട്ടേ ഇവിടെ 30 ഇഞ്ച് 3 അടി 4 അടി 5 കറക്റ്റ് 72 ഇഞ്ചിൽ കൂടുതലുണ്ട് കേട്ടോ. 5, 12, 60, 6, 12, 72. ഇപ്പം 6 അടിയും കഴിഞ്ഞ് വീണ്ടും ഒരു 2 ഇഞ്ച് കൂടെ ഇതിന് വീതി കൂടുതലാണ്. അപ്പം നീളം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറക്റ്റാണ്. അപ്പം നീളത്തിന് വീതിയിലൊന്നും വ്യത്യാസമില്ല, ആ ഒരു കാര്യമെല്ലാം ഓക്കെയാണ്. റെഡിയല്ലേ?
അപ്പോൾ നമ്മളിതിൻ്റെ കവറിൽ നിന്ന് ഇതിനൊന്ന് വേർപെടുത്താൻ വേണ്ടി സിമ്പിളാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യം തന്നെ. ഈ ഒരു ടൂൾ എടുത്ത് ഇതിനകത്തൊരു കയറ്റി കവറിൽ കൂടെ ഇങ്ങനെ വലിച്ചാൽ മതി. ആ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടേ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ കവറിനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇത് വാങ്ങിയത് ആദ്യം പറഞ്ഞതൊരു കിങ് സൈസാണ്. ഇത് വന്ന പാക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്ക് പണി കിട്ടിയെന്ന് വിചാരിച്ചത്, കാരണം വീതി കുറവ് പോലെയാണ് ഇരുന്നത്. പക്ഷേ എടുത്തിട്ടപ്പോൾ കട്ടിലിനേക്കാളും കുറച്ച് വീതി കൂടുതലാണ്. അപ്പോൾ നമ്മളിനി ആഡിലൊക്കെ കണ്ടതുപോലെ ഇതിൻ്റെ കുറേ പ്രത്യേകതകളുണ്ടെന്നൊക്കെയാണ് പറയണത്. ഇവിടെ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ കുലുങ്ങത്തില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ ഞാനൊന്ന് ഇരുന്ന് നോക്കട്ടെ, കുലുങ്ങില്ല എന്നൊക്കെ നോക്കട്ടെ. പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. അതായത് നമ്മളത് ഈ ഒരു സൈഡ് ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എൻ്റെ ഇത്രയും ഭാഗം മാത്രം കുഴിയുന്നുണ്ടോ. സാധാരണ ഒരു മാട്രസ് ആണെങ്കിൽ ഇതാ കുറേ ദൂരം ഇങ്ങനെ കുഴിഞ്ഞു വരും. പക്ഷേ ഇതങ്ങനെയല്ല, ഇതാ ഈ ഒരു ഭാഗം മാത്രമേ കുഴിയുന്നുള്ളൂ. ഇപ്പം ഞാനിതവിടെ ശക്തമായിട്ട് ഇടിച്ചിട്ട് പോലും ഇതാ ഈ രണ്ട് സൈഡിൽ അതിൻ്റെ യാതൊരു അനക്കവും കാണില്ല. ഞാൻ വേണമെങ്കിൽ കുറച്ച് വെള്ളം വെച്ച് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ഒരുപാട് പേര് കാണിക്കുന്ന ഒരു ടെസ്റ്റാണ്. ഇതിൽ വെള്ളം ഈ സൈഡിൽ വെച്ചിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ വീഴത്തില്ല എന്നൊക്കെയാണ് അവർ പറയണത്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ് വെള്ളം എന്താ ഇവിടെ വയ്ക്കുകയാണ്, കിടന്ന് നോക്കാൻ പോവാണ്. ചെറിയ രീതിയിൽ അടിക്കുമ്പോഴൊക്കെ ചെറിയ കുലുക്കമുണ്ട് കേട്ടോ. ഓക്കെ, ശക്തമായിട്ട് ചരിച്ചിട്ട് പോലും ഇവൻ അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമുക്കിത് പിടിച്ച് എടുക്കാനൊക്കെ ഉള്ള സംഗതി ഇവിടെയുണ്ട്, പിടിച്ച് പൊക്കാനും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഞാനിത് റെക്കമെൻഡേഷനൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ സ്വന്തമായിട്ട് വാങ്ങി എൻ്റെ ആവശ്യത്തിന് വാങ്ങി ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. ഇത് 2 ദിവസം യൂസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അതും ചെയ്തു തരാം. അപ്പോൾ എന്തായിരുന്നാലും ഞാനത് സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ യമോ യൂസ് ചെയ്യുന്ന ഇതേ ഒരു ടെക്നിക്കിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്പനികളുടെ ഒരുപാട് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങാം. ഞാൻ എന്തായാലും ഇത് റെക്കമെൻഡൊന്നും ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങൾ നോക്കുക. നിങ്ങളത് വാങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. പിന്നെ ഞാൻ എന്തായാലും ഇതൊന്ന് വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം, താല്പര്യമുള്ളവർക്ക് വാങ്ങാതിരിക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.